കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു യുവജനങ്ങളുടെ ക്യാമ്പ് നടക്കുവാനിടയായി. यहाँ से करीबन 200 किलोमीटर दूर रहा है। 200 കിലോമീറ്ററോളം ദൂരെയാണ് ഞങ്ങൾ പോയത്. आई मीन वहां पर काफी बच्चों के साथ वहां जाके उस यूथ कैंप होकर वापस सही सलामत पहुंचने के लिए परमेश्वर ने मदद किया। അനേകം കുഞ്ഞുങ്ങളോട് കൂടെ ഒരുമിച്ച് അവിടെ കടന്നുപോയി ആ ക്യാമ്പുകളെല്ലാം കഴിഞ്ഞ് ക്ഷേമമായി മടങ്ങി വരുവാൻ ദൈവമിടയാക്കി. आई मीन बच्चों के साथ काफी एक अच्छा रास्ता परमेश्वर ने दिया। केवल वही नहीं, वे होकर जाने वाले काफी समस्याओं को एड्रेस करने के लिए परमेश्वर ने मदद किया। അനേകം കുഞ്ഞുങ്ങളോട് ഇടപെടുവാനും നല്ലൊരു ബന്ധം അവരുമായി സ്ഥാപിക്കാനും അവരുടെ പ്രശ്നങ്ങളെയൊക്കെ മനസ്സിലാക്കുവാനും സഹകരിപ്പാനും ദൈവമിടയാക്കി. सच में आई मीन वे जिस समस्याओं का सामना करते हैं वो हमारे समझ से परे है। ആ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന പ്രയാസങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ആരും ചിന്തിക്കുന്നതിലൊക്കെ അപ്പുറമാണ്. आई मीन काफी बार ऐसा लग जाता है कि काफी एज गैप हो गया है ताकि हम उनको समझ ही नहीं पा रहे हैं, लेकिन आई मीन उनका विचार के अनुसार हम उतर के जाते हुए उनसे बातें करना भी बहुत जरूरी है। ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെ തോന്നാറുണ്ട്, ഒത്തിരി പ്രായത്തിന്റെ വ്യത്യാസം കൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ മനസ്സിലാകാതെ പോകുന്നുവോ എന്ന് ചിന്തിക്കാറുണ്ട്. എന്നാൽ അവരുടെ ലെവലിലേക്ക് അവരിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് അവരുടെ വിഷമങ്ങളെ മനസ്സിലാക്കി നമ്മൾ അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. हालेलुया। वचन से कुछ बातों को जब बता रहे थे, कुछ बच्चे तो रो कर परमेश्वर के समूह का समर्पण कर रहे थे। വചനത്തിന്റെ ആഴങ്ങളെ പറഞ്ഞു കൊടുത്തപ്പോൾ കുഞ്ഞുങ്ങൾ കരഞ്ഞ ദൈവസന്നിധി സമർപ്പിക്കുവാനിടയായി. कुछ बच्चे दिल खोल कर उस बातों को शेयर करने के लिए मौका हुआ है। ചില കുഞ്ഞുങ്ങൾ തുറന്ന് പറയുവാനിടയായി തീർന്നു കരഞ്ഞ ദൈവസന്നിധി. हालेलुया, प्रेज द लॉर्ड। काफी बार वो कलीसिया में पास्टर के सामने या पेरेंट्स के सामने शायद वे रिवील करना नहीं चाहते हैं। പല കുഞ്ഞുങ്ങളും അവരുടെ മാതാപിതാക്കളുടെ മുന്നിലോ ചർച്ചിലെ പാസ്റ്ററുടെ മുന്നിലോ ഒന്നും പല കാര്യങ്ങളും പറയാറില്ല. आई मीन उनके लिए जो यूथ कैंप्स जो होता है वो बहुत ही अनमोल है। ഇങ്ങനെയുള്ള ക്യാമ്പുകൾ അവരുടെ ജീവിതത്തിൽ വളരെ വിലപ്പെട്ടതാണ്. नहीं तो अगला एक पीढ़ी शायद नष्ट हो जाएगा। നമ്മളുടെ അടുത്ത ഒരു തലമുറ നഷ്ടപ്പെടാതിരിക്കട്ടെ. हालेलुया। इसके लिए उनके लिए कुछ इन दिनों में करना भी बहुत जरूरी ആ है। കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഈ ദിവസങ്ങളിൽ ചിലതൊക്കെ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. हालेलुया। परमेश्वर हम सबको अनुग्रह से भरने पाए। ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. आमीन। और आज थॉमसन पास्टर कह रहे थे वहां पर जो पास्टर सेमिनार हुआ, पिछले बार मैं भी उस सेमिनार में थोड़ा शामिल होने के लिए मदद हुआ था, लेकिन हम काफी मिस कर रहे हैं। आई मीन मुंबई से आने के बाद में ऐसा कोई सेमिनार हमें नहीं मिल रहा है। മുംബൈയിലെ കഴിഞ്ഞ വർഷം നടന്ന സെമിനാറിൽ ദേവദാസനും പങ്കെടുക്കുവാൻ കഴിഞ്ഞു. എന്നാൽ അവിടെ നിന്ന് പോന്നതിന് ശേഷം അങ്ങനെയുള്ള യാതൊരു സെമിനാറുകളൊന്നും ലഭിക്കുവാൻ ഇടയാകുന്നില്ല. അതിനെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. मुंबई वाले बहुत भाग्यशाली लोग हैं, लेकिन यूपी में भी आई मीन एमपी में भी आइएगा। हमें भी आपका जरूरत है। മുംബൈക്കാരൊക്കെ ഒത്തിരി ഭാഗ്യമുള്ളവരാണ്. നിങ്ങൾ MP-യിലേക്കും വല്ലപ്പോഴും ഒക്കെ വരിക. हालेलुया। परमेश्वर हम सबको अनुग्रह और आशीषों से भरने पाए। ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. हालेलुया। हमारे ध्यान परमेश्वर के वचन की ओर हम लेकर आएंगे। നമ്മുടെ ശ്രദ്ധയെ വചനത്തിലേക്ക് കൊണ്ടുവരാം. भजन संहिता 123 उसका पहले और दूसरे आयत की ओर हमारे ध्यान हम लेकर आएंगे। 123 സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങൾ. वो पढ़ने से पहले एक बार मैं आपसे क्षमा भी मांगना चाहूंगा। അത് വായിക്കുന്നതിന് മുമ്പേ ഒന്ന് ക്ഷമ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. पिछले थर्सडे को हमने परमेश्वर के वचन से कुछ भाग का मनन हमने किया था। കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ചിലത് ചിന്തിച്ചു. कितने लोगों को याद है? എത്ര പേർക്ക് ഓർമ്മയുണ്ട്? याद है? किसी को याद है? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? कल का याद नहीं है पास्टर, फिर पिछले थर्सडे का कहाँ से याद रहेगा? ഇന്നലെ ആരെന്താ പറഞ്ഞെന്ന് ഓർമ്മയില്ല, പിന്നെ ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ എങ്ങനെ ഓർക്കാനാ പാസ്റ്ററെ? हालेलुया। गलातियों की पत्री से हमने कुछ मनन किया था। ഗലാത്യ ലേഖനത്തിൽ നിന്ന് ചിലത് നമ്മൾ വായിച്ചിരുന്നു. आमीन, प्रेज लॉर्ड। और पवित्र आत्मा हमारे अंदर लाने वाला ट्रांसफॉर्मेशन, वो ग्रेस हमारे अंदर लाने वाला Romans 5:20. आई मीन रोमन्स 5:20 वो एक इंट्रोडक्शन रहा है, लेकिन हमारा मेन पार्ट गलातियों के पत्री 5 अध्याय से था। हालेलुया। वहां पर या ग्रेस दैट आई मीन ट्रांसफॉर्म्स आवर लाइफ करके हमने वहां पर देखा था। थैंक यू पास्टर। आई मीन प्रेज लॉर्ड, उतना आपने याद रखा है। റോമാലേഖനം 5:20 നിന്നായിരുന്നു നമ്മൾ തുടങ്ങിയത്. ആമുഖമായി പറഞ്ഞ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്ന് ആത്മാവിന്റെ ഫലത്തെയും ജഡത്തിന്റെ പ്രവൃത്തികളെയും കുറിച്ച് വളരെ വിശദമായി പല കാര്യങ്ങളും ചിന്തിക്കുവാനിടയായി.
അവിടെ നിന്ന് പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു എന്നുള്ള വിഷയത്തിൽ കൃപ എന്ന വിഷയത്തെ കുറിച്ച് നമ്മൾ സംസാരിപ്പാനിടയായി. Amen, praise Lord. और ग्रेस हमारे अंदर क्या क्या ट्रांसफॉर्मेशन लेकर आ सकते हैं करके हमने वहां पर देखा था. കൃപ നമ്മിൽ വരുത്തുന്ന രൂപാന്തരം ആ വിഷയത്തെ കുറിച്ച് നമ്മൾക്ക് കാണുവാനിടയായി. परमेश्वर की कृपा वो आमीन प्रेज लॉर्ड जब हमारे अंदर वो देता है तब हमारे अंदर के शारीरिक अभिलाषाओं के ऊपर कैसे हम जीत पाएंगे करके हमने वहां पर आमीन कुछ बातों को हमने मनन किया था. ജഡത്തിന്റെ പ്രവർത്തികളെ ജയിക്കുവാൻ ദൈവത്തിന്റെ കൃപ അധികമായി നമ്മിൽ പകർന്നു തന്ന് നമ്മിൽ വരുന്ന രൂപാന്തരത്തെ കുറിച്ചൊക്കെ പല കാര്യങ്ങളും അവിടെ എങ്ങനെ നമുക്ക് അതിനെ ജയിക്കാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിച്ചു. शायद 7 या 8 बातों को हमने शारीरिक अभिलाषाओं के कुछ विषयों को हमने एड्रेस किया था. 7-8 ജഡത്തിന്റെ പ്രവർത്തികളെ കുറിച്ച് നമ്മൾ അവിടെ ചിന്തിപ്പാനിടയായി. आपको याद आ रहा है? ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വന്നു കാണും. हालेलुया. वो प्रैक्टिस करने के लिए हम परमेश्वर के वचन हम सीखते हैं. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനാണ് നമ്മൾ വചനം പഠിക്കുന്നത്. आमीन प्रेज लॉर्ड. जब तक वो वचन हमें नहीं बनाएंगे तब तक वो वचन हमारे अंदर कार्य नहीं करेगा. ആ വചനം നമ്മൾ പ്രാവർത്തികമാക്കുന്നില്ല എങ്കിൽ വചനം നമ്മൾ ക്രിയ ചെയ്യുകയില്ല. I mean उसका बाकी का भाग प्रचार करेंगे करके बोला था, लेकिन I mean आज नहीं, अगले बार जरूर उस बातों का कंटिन्यूएशन आपको आपसे I mean बताने के लिए मैं पूरा प्रयास करूंगा. അതിന്റെ ബാക്കി ഭാഗം ഇന്നല്ല അടുത്ത വട്ടം നിശ്ചയമായും സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. इसके लिए मैंने आपको क्षमा मांगने के लिए बीच में मैंने बोला है. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിച്ചത്. हालेलुया. प्रेज़ लॉर्ड. यहाँ पर हम देखते हैं भजन संहिता 123 उसका 1 और 2 आयतों के और हमारे ध्यान हम लेकर आएंगे. ഇവിടെ നമ്മുടെ ശ്രദ്ധ സങ്കീർത്തനം 123 1-2 വാക്യങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുവരാം. സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവയെ നിങ്ങളിലേക്ക് ഞാൻ എന്റെ കണ്ണ് ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്നതുപോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. हालेलुया. प्रेज़ लॉर्ड. यहाँ पर स्वर्ग का परमेश्वर की ओर नजर उठाते हुए ताकने वाला एक अनुभव के बारे में यहाँ पर हम पढ़ रहे हैं. ഇവിടെ ദൈവമായ യഹോവയിങ്കിലേക്ക് കണ്ണുയർത്തി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. I mean प्रेज़ लॉर्ड. ये एक I mean प्रेज़ लॉर्ड पिलग्रिम साम है करके हम वहां पर I mean सीखते हैं. അവിടെ ആ സങ്കീർത്തനത്തിന്റെ തലക്കെട്ടിൽ ആരോഹണ ഗീതം യാത്രക്കിടയിൽ പാടിയ ഒരു ഗീതം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. और परमेश्वर के लोग अलग अलग राज्यों से यरूशलेम की ओर जो परमेश्वर की आराधना करने के लिए जाते हैं, उस समय में इस गीत गाते हुए वे आराधना के लिए यरूशलेम की ओर जा रहे हैं. യെരുശലേമിലെ ആലയത്തിലേക്ക് ആരാധനയ്ക്കായി കടന്നു പോകുന്ന ദൈവജനം അവരുടെ യാത്രാമധ്യേ ദൈവത്തെ പാടി സ്തുതിക്കുന്ന ഒരു സങ്കീർത്തനമായി ഇതിനെ കാണുന്നു. हालेलुया. और वो एक प्रेयर ऑफ रिफ्लेक्शन है. वे होकर गए हुए उस परिस्थितियों के बारे में परमेश्वर से अपने दर्दों को बांटते हुए इस गीत गाते गाते वे जा रहे हैं. അവർ അന്ന് വരെ അനുഭവിച്ച അവർ കടന്നുപോയ ജീവിത അനുഭവങ്ങളെ ഒന്നുകൂടെ ഓർത്തെടുത്ത് അതിനെ ആമേൻ വർണ്ണിക്കുന്ന ആ നന്ദി ദൈവത്തോട് കരയേറ്റുന്ന ഒരു അനുഭവമാണ് ഈ സങ്കീർത്തനങ്ങളിലെല്ലാം കാണുന്നത്. केवल वही नहीं, ये यात्रा के बीच में अलग अलग राज्यों से जब होकर जाते हैं, काफी बार तनाव मुश्किलों का सामना करना पड़ता है और कुछ लोग उस यरूशलेम तक पहुंच नहीं पाते हैं, कुछ लोग वापस लौट कर जाना पड़ जाता है. ഇവര് പല ദേശങ്ങൾ ചുറ്റി രാജ്യങ്ങൾ ചുറ്റിയാണ് അവർ കടന്നു വരുന്നത്. അതിൻ മധ്യേ അവർ പല പ്രതികൂലങ്ങളും അനുഭവിക്കുമ്പോൾ ആമേൻ മറ്റു ചിലർ നിരാശപ്പെട്ട് മടങ്ങിപ്പോകുന്ന അനുഭവമുണ്ട്. അവർ യെരുശലേമിൽ എത്താറില്ല. इसराइलियों का एक प्रॉब्लम ये है कि दूसरे राज्य हर एक समय उन्हें ह्यूमिलिएट करते थे, उन्हें तंग करते रहते थे. हालेलुया. और काफी जब तनावों का सामना करना पड़ता है तब कुछ लोग थक जाते थे और थक कर वे वापस मुड़ जाते थे. യെരുശലേമിന്റെ രാജ്യത്തിന്റെ ദേശത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് എപ്പോഴും മറ്റുള്ളവർ അവരെ നിന്ദിക്കുകയും അവരെ താഴ്ത്തിക്കെട്ടുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവങ്ങളായതുകൊണ്ട് പലപ്പോഴും അവർ നിരാശപ്പെട്ട് വേദനപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. लेकिन कुछ लोग उस समय भी परमेश्वर की ओर वे देखते हैं, परमेश्वर की मर्सी, परमेश्वर की उस दया के लिए परमेश्वर की ओर देखने वाला एक अनुभव हम जरूर वहां पर उसके बैकग्राउंड में हम सीख सकते हैं. എന്നാൽ അവരുടെ ഇടയിൽ ആ സമയത്തും പലരും
ദൈവമുഖം അന്വേഷിക്കുന്ന ദൈവത്തിങ്കിലേക്ക് നോക്കുന്ന ഒരു അനുഭവം അവരുടെ ചരിത്രത്തിൽ നമ്മൾക്ക് കാണാം. हालेलुया. यहाँ पर इसका हेडिंग यदि मैं देना चाहूंगा तो ऐसा देना चाहूंगा, डू नॉट गेट टायर्ड. आप कभी भी थक ना जाए. हालेलुया. बल्कि आपकी नजर परमेश्वर की ओर उठाए. वो इस भजन संगीता लिखने वाला हमसे आज कहना चाहता है. ഈ സങ്കീർത്തനത്തിന് ഈ വചന ഭാഗത്തിന്റെ ഒരു തലക്കെട്ട് കൊടുക്കാൻ ഞാൻ ശ്രമിച്ചാൽ അതിങ്ങനെ പറയും, മടുത്തു പോകരുത്, ആമേൻ, എപ്പോഴും ദൈവമുഖം അന്വേഷിക്കണം എന്നൊരു തലക്കെട്ട് ഞാൻ കൊടുക്കും. Hallelujah. Do not get tired of looking upward. I'm just told, कभी भी हम थक ना जाए. हालेलुया. स्वर्ग की ओर, परमेश्वर की ओर निहारने के लिए हम कभी भी थक ना जाए. ദൈവത്തിങ്കിലേക്ക് കണ്ണ് ആമേൻ ഉയർത്തി നോക്കുവാൻ, ദൈവമുഖം അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുവാൻ ഒരിക്കലും നമ്മൾ മടുത്തു പോകരുത് എന്ന് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് കാണുന്നു. हम इंसान की ओर देखेंगे तो हम शायद थक जाएंगे. മനുഷ്യനെ നോക്കിയാൽ നമ്മൾ മടുത്തു പോകും. हम डॉक्टर के पास देखेंगे तो थक जाएंगे. വൈദ്യന്മാരുടെ അടുക്കൽ പോയാൽ നമ്മൾ മടുക്കും. हमारे मित्रों से भी बांटते बांटते हम थक जाएंगे. മിത്രങ്ങളോടും കൂട്ടുകാരോടും നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് നമ്മൾ इस മടുക്കും. संसार के किसी से भी आप सहारा लेने का कोशिश करिएगा, आप थक जाएंगे. लेकिन स्वर्ग की ओर देखने वालों के लिए परमेश्वर दया दिखाने वाला परमेश्वर है करके भजन संगीता लिखने वाला यहाँ पर स्पष्ट कर रहा है. ഈ ഭൂമിയിൽ ആരിൽ ആശ്രയിക്കുന്നവരും ആശ്രയിച്ചൊരു അല്പം കഴിയുമ്പോൾ ക്ഷീണിച്ചു മടുത്തു പോകുമെന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ആമേൻ ക്ഷീണിപ്പാനിടയാകില്ല. हालेलुया. भजन संगीता लिखने वाला जानता है कि मेरा छुटकारा कोई इंसान से नहीं आ सकता है, बल्कि स्वर्ग का परमेश्वर से ही मेरा छुटकारा आ सकता है. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എന്റെ രക്ഷ ആമേൻ മനുഷ്യനിൽ നിന്നല്ല, എന്റെ സഹായം ദൈവത്തിങ്കിൽ നിന്ന് വരുന്നു. और दूसरी आयत में हम जब आते हैं वहां पर प्रेस लॉर्ड जैसा दासी अपने प्रेस लॉर्ड मालकिन की ओर और जैसा वो दास अपने मालिक की ओर, उसके हाथों की ओर जैसा देखता है करके वहां पर बताया गया है. രണ്ടാമത്തെ വാക്യത്തിൽ ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ പറഞ്ഞിരിക്കുന്നു. हालेलुया. प्रेस लॉर्ड वो दास जो हालेलुया गुलाम है, उसका नजर उस मालिक के हाथों पे है करके वहां पर बताया गया है. ആ ദാസൻ അവന്റെ കണ്ണ് അവന്റെ യജമാനന്റെ കയ്യിലേക്ക് ആയിരിക്കും. हालेलुया. ठीक से हम यदि देखेंगे तो उसका नजर मालिक के चेहरे में होना चाहिए, लेकिन हालेलुया यहाँ पर तो मालिक के चेहरे पर नहीं बल्कि उसके हाथों पर जा रहा है. ശരിക്കും പറഞ്ഞാൽ യജമാനന്റെ കണ്ണിലേക്ക് മുഖത്തേക്കല്ലേ അവൻ നോക്കേണ്ടത്, പക്ഷെ അവൻ മുഖത്തേക്കല്ല, ആ യജമാനന്റെ കയ്യിലേക്കാ നോക്കുന്നത്. बाइबल में ऐसा लिखा है, आप देख लीजिएगा. हालेलुया. प्रेज़ लॉर्ड. उसके हाथों की ओर उनका नजर पहुंच रहा है. അവന്റെ കയ്യിലേക്ക് അവരുടെ കണ്ണ് പോകുന്നത്. हालेलुया. हम भी काफी बार परमेश्वर की हाथों की ओर देखते हैं, परमेश्वर की चेहरा निहारने के लिए काफी बार हम तैयार नहीं होते हैं. നമ്മളും പലപ്പോഴും ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാറില്ല, ദൈവത്തിന്റെ കണ്ണിലേക്ക് നോക്കിയിരിക്കുകയാണ്, हमें उसके हाथों पर. കയ്യിലേക്ക് നോക്കിയിരിക്കും. हालेलुया. प्रेज़ द लॉर्ड. हालेलुया. क्योंकि हमें तो मदद चाहिए, बल्कि उसका चेहरा हम देखने के लिए हमारे पास समय नहीं रहता है. നമുക്കും വേണ്ടത് സഹായമാണ് ദൈവത്തിൽ നിന്ന്, ദൈവത്തിന്റെ മുഖം അന്വേഷിപ്പാൻ നമുക്ക് സമയമില്ല. कुछ फाइनेंशियल सपोर्ट मिलेगा तो मिलने दो, या कुछ रास्ता खुलेगा तो खुलने दो. हालेलुया. उसके हाथों की ओर हम देखते हैं, हालेलुया. उसके चेहरा की ओर हम निहारने के लिए तैयार नहीं होते हैं. എന്തെങ്കിലും സാമ്പത്തിക സഹായമോ എന്തെങ്കിലും മറ്റ് സഹായങ്ങളൊക്കെ വരുന്നെങ്കിൽ വരട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ അവന്റെ കരത്തിലേക്കാണ് നോക്കുന്നത്, ദൈവമുഖത്തേക്ക് നമ്മൾ നോക്കുന്നില്ല. लेकिन उन समयों में जो गुलाम रहते थे वो सुबह से लेकर रात तक पूरा कठिन प्रयास और मेहनत करके मालिक के पास जाते हैं. हालेलुया. बोलने का हिम्मत नहीं है, इसके लिए उसके हाथों की ओर वे देखते थे. എന്നാൽ അന്നത്തെ കാലത്തെ ചരിത്രം എന്ന് പറയുന്നത്, അന്ന് കാലത്തെ രാവിലെ മുതൽ രാത്രി വരെ അധ്വാനിക്കുന്ന ദാസന്മാർ അവരുടെ ഒരു ദിവസത്തെ മുഴുവൻ അധ്വാനത്തിന് ശേഷം അവരുടെ യജമാനന്റെ അടുക്കൽ അവർ ചെല്ലും. പക്ഷേ അവരോട് എന്തെങ്കിലും ചോദിക്കാൻ അവർക്ക് ധൈര്യമില്ലാത്തത് കൊണ്ട് അവന്റെ കയ്യിലേക്ക് നോക്കും. और कठिन प्रयास करवा के ही हालेलुया प्रेज़ लॉर्ड शाम को उनके पास लाते हैं. ആ പകൽ മുഴുവൻ കഠിന അധ്വാനം ചെയ്യിപ്പിച്ചിട്ടാണ് ആ ദാസൻ യജമാനന്റെ അടുക്കൽ വരുന്നത്. लेकिन आकर उसके हाथों की ओर जब देखता है तो मालिक कहता है कि आज नहीं कल आ जाओ, आपको मिलेगा.
എന്നാൽ ആ വൈകിട്ട് അധ്വാനം കഴിഞ്ഞ് വന്ന് യജമാനന്റെ കയ്യിലേക്ക് നോക്കി നിൽക്കുമ്പോൾ യജമാനൻ പറയുക, ഇന്നില്ല, ഇന്ന് നീ പോ, നാളെ നിനക്ക് തരാം. और अगले दिन जब आता है सुबह से लेकर शाम तक मेहनत करता है. अब 2 दिन का तनख्वाह मिलना चाहिए, लेकिन प्रेज लॉर्ड जब आकर शाम को इस मालिक के हाथों पर देखता है तो उस दिन कहेगा कि आज नहीं, इस हफ्ते के आखिरी में आपको दे देंगे. അടുത്ത ദിവസവും അവൻ 2 ദിവസത്തെ ശമ്പളം വാങ്ങിക്കുവാൻ വരുമ്പോൾ ആ യജമാനന്റെ കയ്യിലേക്ക് നോക്കുമ്പോൾ യജമാനൻ പറയും, ഇന്നുമില്ല, നീ പോയി ഈ ആഴ്ചയുടെ എല്ലാം കൂടെ ഒരുമിച്ച് അവസാനം തരാം. और एक हफ्ते के बाद में जब प्रेज लॉर्ड कठिन प्रयत्न के बाद में जब प्रेज लॉर्ड ये गुलाम इस मालिक के पास आते हैं, तब हालेलुया वो पैसा देने के बगैर उनको मारपीट देकर उसे घर भेज देता है. എന്നാൽ ഒരാഴ്ചയ്ക്ക് ശേഷം അവൻ അധ്വാനത്തിന്റെ ഫലം വാങ്ങിക്കുവാൻ ചെന്നപ്പോൾ ആ യജമാനൻ അവന് കൊടുക്കേണ്ടത് കൊടുക്കാതെ അടിച്ച് അവനെ ഭവനത്തിൽ അയച്ചു. और उस समय तो उनको प्रेज लॉर्ड वापस पूछने का हक या अधिकार भी नहीं है, इसके लिए मार खा के वो घर चले जाता है. അന്ന് അവന് ചോദിക്കുവാനുള്ള ധൈര്യമോ അവകാശമോ ഇല്ലാത്തത് കൊണ്ട് അടിയും മേടിച്ച് അവൻ വീട്ടിൽ പോകും. आजकल है तो लेबर कोड है, कंज्यूमर कोड, हर प्रकार का कोड है. यहाँ नहीं तो कहीं और तो जाकर हमारा मुकदमा लड़ सकते हैं. ഇന്നത്തെ കാലത്താണെങ്കിൽ നമുക്ക് കോടതികളുണ്ട്, എല്ലായിടത്തും പോയി നമ്മൾക്ക് കാര്യങ്ങൾക്ക് ഒരു സഹായം വാങ്ങിക്കാം. लेकिन उन समयों में इस प्रकार का कोई कोर्ट भी नहीं रहा है. എന്നാൽ അന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള കോടതികളൊന്നും ഉണ്ടായിരുന്നില്ല. लेकिन प्रेज लॉर्ड मेहनत तो करना पड़ता है, लेकिन मेहनत का फल काफी बार नहीं मिलता है. അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ അധ്വാനത്തിന്റെ ഫലം അവന് കിട്ടുന്നില്ല. इसके लिए उस मालिक का दया के लिए वो देख रहा है. അതുകൊണ്ടാണ് യജമാനൻ ഒന്ന് ദയ ചെയ്യുവാൻ അവനെ നോക്കുന്നത്. वो कहता है कि हमारे बच्चे भूखे हैं, हमने खाना नहीं खाया है, हम पर थोड़ा तो दया करो बोलकर फॉर दैट मर्सी हालेलुया उस मालिक के पास जाकर वो दोबारा खड़ा है. അതുകൊണ്ടാണ് ഈ ദാസൻ അവിടെ ചെന്ന് യജമാനന്റെ കയ്യിലേക്ക് വളരെ ദയനീയമായി നോക്കുന്നത്. ഞാൻ ആഹാരം കഴിച്ചിട്ടില്ല, എന്റെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുന്നു, എന്നോട് ദയ തോന്നണമേ എന്നുള്ള രീതിയിൽ അവർ നോക്കുന്നത്. सोचकर देखिए वो सिनेरियो हम समझना बहुत जरूरी है. ആ ഒരു അവസ്ഥ, സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. आजकल हम ऐसा कोई बातें देखते नहीं है, इसके लिए हम काफी बार उस बातों को कनेक्ट हम कर नहीं पाते हैं. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇതുമായിട്ടൊന്നും അത്രയും ബന്ധിപ്പിക്കുവാൻ, ഒന്നും താരതമ്യപ്പെടുത്തുവാൻ കഴിയുന്നില്ല. लेकिन प्रेज लॉर्ड यहाँ पर लिखा गया है कि स्वर्ग का परमेश्वर की ओर यदि हम देखेंगे तो वो अपने भक्तों की ओर करुणा दिखाने वाला परमेश्वर करके वचन हमें सिखा रहा है. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നു, നമ്മുടെ കണ്ണ് അപ്രകാരം നമ്മൾ ദൈവമായ യഹോവയെങ്കിലേക്ക് ഉയർത്തുന്നുവെങ്കിൽ അവൻ നിശ്ചയമായും കൃപ ചെയ്യും, ദയ ചെയ്യുമെന്ന് वचनത്തിൽ നമ്മൾ വായിച്ചു. और यहाँ पर दूसरा एक भाग दूसरे आयत के लास्ट में लिखा है हालेलुया, so our eyes look to the Lord our God till he shows us his mercy. वो हम पर दया दिखाने तक उसकी ओर हम देखते रहने के लिए वहां पर भजन संगीता लिखने वाला कह रहा है. ആ രണ്ടാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. जब तक वो मुझ पर दया दिखाए तब तक मैं उसकी ओर में ताकते रह रहा हूं. അവൻ എന്നോട് കൃപ ചെയ്യുവോളം ഞാൻ അവന്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. यदि उसका फेवर मेरे ऊपर आ गया, मेरा जिंदगी बदल जाएगा. അവന്റെ കൃപ എന്റെ മേൽ ചൊരിഞ്ഞാൽ എന്റെ ജീവിതത്തിന് ഒരു മാറ്റം വരും. उसकी दया यदि एक भी बार मेरे ऊपर हो गया तो मेरे जिंदगी का अवस्था बदल सकता है. എനിക്ക് ഒരു വട്ടമെങ്കിലും അവന്റെ കൃപ ലഭിച്ചാൽ എന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറും. परमेश्वर के वचन में अनेक लोग हैं जिनके ऊपर परमेश्वर की कृपा उन्होंने अनुभव किया है. ദൈവത്തിന്റെ കൃപ ജീവിതത്തിൽ അനുഭവിച്ച അനേകരെ നമ്മൾക്ക് ബൈബിളിനകത്ത് കാണാം. उल्पत्ति की किताब उसके 6 अध्याय उसके 8वें आयत में हालेलुया, बट नोहा फाउंड favor in the eyes of the Lord. नूह परमेश्वर से उस दया उस कृपा अनुभव किया करके हम वहां पर पढ़ रहे हैं. ഉൽപ്പത്തി 6:8 വാക്യത്തിൽ എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു എന്ന് നമ്മൾ കാണുന്നു. पूरे संसार करप्टेड है, लेकिन उस करप्टेड संसार के बीच में नूह परमेश्वर की कृपा अनुभव कर रहा है. മുഴുവൻ ലോകവും പാപം കൊണ്ട് അവൻ മലിനമായിരിക്കുന്ന സാഹചര്യത്തിലും ഒരുവൻ നോഹ അവന് യഹോവയുടെ കൃപ ലഭിച്ചു. अरे पूरे संसार बिगड़ रहा है, लेकिन परमेश्वर का कृपा यदि आपके ऊपर है तो पूरा बातें बदल जाएगा.
മുഴുവൻ ലോകവും പാപത്താൽ മലിനമായിരുന്നാലും സാഹചര്യം മുഴുവൻ വിരോധമായാലും യഹോവയുടെ കൃപ ലഭിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ മാറും. हालेलुया। वहां पर प्रेस लॉर्ड परमेश्वर इस नूह को कुछ जिम्मेदारियां सौंप रहा है। ആ സാഹചര്യത്തിൽ നോഹയ്ക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ദൈവം കൊടുത്തു. उनसे कहता है कि बहुत बड़ा एक जहाज बनाओ, അവൻ നോഹയോട് പറഞ്ഞു വലിയൊരു പെട്ടകം പണിയണം, बड़े बारिश बाढ़ आने वाला है, വലിയ വെള്ളപ്പൊക്കവും മഴയും और വരികയാണ്. उसके लिए गोफेर के उस लकड़ी से ऐसे इन प्रकार का बड़े जहाज को बनाना है। അതുകൊണ്ട് നീ ഗോഫർ മരം കൊണ്ട് വലിയൊരു പെട്ടകം ഞാൻ പറയുന്ന പ്രകാരം ഉണ്ടാക്കണം. उसका पूरा मेजरमेंट उन्हें परमेश्वर समझा कर दे रहा है, അതിന്റെ മുഴുവൻ അളവും കണക്കും ദൈവമാ കൊടുത്തത്. और खास तौर से गोफेर का उस लकड़ी से ही बनाना है करके परमेश्वर ने उनसे व्यक्तिगत तौर से कहा है। ദൈവം നോഹയോട് വ്യക്തമായി പറഞ്ഞു ഗോഫർ മരം കൊണ്ട് തന്നെ നീ പണിയണം. बड़ा ऑडिटोरियम जैसा तो नहीं बना सकते हैं, ഓഡിറ്റോറിയം പോലെ അല്ല പണിയുന്നത്. हालेलुया। परमेश्वर जैसा डिजाइन बोलेगा वैसा ही बनाना पड़ेगा, ദൈവം പറയുന്ന ആ രീതിക്ക് അനുസരിച്ച് അതേ മാതൃകയിൽ പണിയണം. क्योंकि कुछ प्राणियों को उसके साइज के हिसाब से उसके अंदर डालना है। ചില മൃഗങ്ങളെ അതിന്റെ വലിപ്പത്തിനനുസരിച്ച് അതിനകത്ത് കയറ്റണം. प्रेस लॉर्ड जहां पर बंदर को डाल रहा है वहां पर हाथी को नहीं डाल सकता है, കൊരങ്ങനെ ഇടുന്നതിനകത്ത് ആനയെ കയറ്റാൻ പറ്റത്തില്ല. तो उसके लिए एक अलग मेजरमेंट का जरूरी है। അതിന് വ്യത്യസ്തമായ അളവിലുള്ള കാര്യങ്ങൾ. जहां पर हाथी को डालता है वहां पर जिराफ को नहीं डाल सकता है, ആനയെ കയറ്റുന്നിടത്ത് ജിറാഫിനെ കയറ്റാൻ तो उसके പറ്റത്തില്ല. लिए अलग मेजरमेंट का जरूरत है। അതിന് വേറൊരു അളവ്. परमेश्वर सारे मेजरमेंट जानता है और उस मेजरमेंट इन्हें समझा कर दे रहा है। എല്ലാ അളവുകളും അറിയുന്ന ദൈവം നോഹയ്ക്ക് എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. और नूह बड़े प्रयास कर रहा है, परमेश्वर जैसा कहा है वैसा इस सारे कार्यों का तैयारियां करने के लिए। ദൈവം പറഞ്ഞതനുസരിച്ച് നോഹ സകല കാര്യങ്ങളും ക്രമീകരിച്ചു. पड़ोसी कहता है कि हे नूह तू पागल हो गया है, तुझे 3 लड़का है, उनका शादी होना है, उनका परिवार आएगा, 3 लड़के को 3 घर बनाकर देना है। എന്നാൽ അയലോക്കക്കാര് മുഴുവനും നോഹയോട് പറയും നിനക്ക് നിനക്ക് ശരിക്ക് തലയ്ക്ക് സുഖമില്ല, നിനക്ക് 3 ആമക്കൾ വളർന്നു വരുന്നു, അവർക്ക് വിവാഹം നടക്കണം, അവർക്ക് വീട് പണിയണം, ഇപ്പോൾ അതല്ലേ അത്യാവശ്യമായിരിക്കുന്നത്. तुझे लगता है क्या 3 लड़का और परिवार एक ही घर में आएगा? നിനക്ക് തോന്നുന്നുണ്ടോ ഈ 3 കുടുംബങ്ങളും കൂടെ ഈ ഒരു വീട്ടിൽ താമസിക്കുമെന്ന്? आज तो वो इमेजिनेशन में भी नहीं हो सकता है। ഇന്നത്തെ കാലത്താണ് ഈ ഭാവനയിൽ പോലും ചിന്തിക്കാൻ പറ്റത്തില്ല. उस समय का मुझे नहीं पता है। അന്നത്തെ പിന്നെ അറിയത്തില്ല. हालेलुया। और लोगों ने कहा होगा कि गोफेर का जो लकड़ी है उससे तो उनके लिए घर बना कर दे, तो यहाँ पर क्या पागलपन कर रहा है? എല്ലാവരും നോഹയോട് ചോദിച്ചു കാണും, നീ മരമെല്ലാം കൊണ്ട് ആ പിള്ളേർക്ക് വീട് വല്ലതും പണിത് കൊടുക്ക, ഈ പെട്ടകം പണിതിട്ട് എന്തെടുക്കാനാ? हालेलुया। लेकिन नूह ये कुछ भी सुनने के लिए तैयार नहीं है, क्योंकि परमेश्वर का कृपा नूह के ऊपर आया हुआ है। നോഹയ്ക്ക് ഇതൊന്നും ശ്രദ്ധയിൽ പോയില്ല, കാരണം നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. लोग मजाक उड़ा रहा है, उसका टट्टा कर रहा है, निंदा कर रहा है, लेकिन वो सुनने के लिए तैयार नहीं है। परमेश्वर का कृपा मेरे ऊपर आया है, तो परमेश्वर जैसा कहेगा वैसा मैं करने के लिए तैयार होने वाला हूँ। ആളുകൾ അവനെ പരിഹസിക്കുന്നുണ്ട്, നിന്ദിച്ച് അവനെ കുറിച്ച് വളരെ ദോഷം പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും നോഹയ്ക്ക് വിഷയമല്ല, കാരണം യഹോവയുടെ കൃപ ലഭിച്ചവന് ദൈവം പറഞ്ഞത് അപ്രകാരം അനുസരിക്കുവാൻ. मैं वो भाग जब पढ़ रहा था तब थोड़ा डर गया, क्योंकि परमेश्वर का कृपा हमारे ऊपर आएगा तो प्रेस लॉर्ड हम शायद उस टाइड के विरोध में शायद हम प्रेस लॉर्ड तैरना पड़ जाएगा। ആ വചനഭാഗം വായിച്ചപ്പോൾ ഇങ്ങനെ ഞാൻ ചിന്തിച്ച് ഭയപ്പെടുകയായിരുന്നു. ചില സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ കൃപ ലഭിച്ച് നാം ചിലത് ചെയ്യേണ്ടി വന്നാൽ ഒരുപക്ഷെ ഒഴുക്കിനെതിരെ നീന്തുന്ന അനുഭവമായിരിക്കും. हालेलुया। पूरा संसार शायद आपका शत्रु बन जाएगा। മുഴുവൻ ലോകവും നിങ്ങൾക്ക് എതിരായി തീരും. हम परमेश्वर की कृपा के लिए प्रार्थना करते हैं, लेकिन परमेश्वर का फेवर आ गया तो बहुत कुछ झेलना पड़ जाएगा। ആ ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി നമ്മൾ ചോദിച്ച് പ്രാർത്ഥിക്കാറുണ്ടെന്നാൽ ദൈവത്തിന്റെ കൃപ ലഭിച്ചവർക്ക് പല കാര്യങ്ങളെ കുറിച്ച് അവൻ അതിനെ അഭിമുഖീകരിക്കേണ്ടതായി വരും. लेकिन एक बात सच है, എന്നാൽ ഒരു കാര്യം ഉറപ്പാ, पूरा संसार बाढ़ में खत्म होने वाला है। മുഴുവൻ ലോകവും വെള്ളത്തിൽ മുങ്ങിപ്പോകും. हालेलुया। लेकिन परमेश्वर की कृपा प्राप्त किया हुआ ये नूह और परिवार जब उस सारे बाधाओं के विरोध में जब वो तैर रहा है, परमेश्वर उस परिवार को उस बड़े बाढ़ के बीच में भी संभालने के लिए तैयार हो रहा है। മുഴുവൻ ലോകവും ആമൻ വെള്ളത്തിൽ നശിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോഴും ആമൻ ദൈവത്തിന്റെ കൃപ ലഭിച്ച നോഹയും കുടുംബവും
ഒഴുക്കിനെതിരെ നീന്തിയ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നാലും അവർക്ക് ദൈവത്തിന്റെ കൃപയാൽ രക്ഷപ്പെടുവാനിടയായി. कुछ समय तक सब लोग आपका विरोध हो जाएगा, കുറച്ച് സമയത്തേക്ക് ഒരുപക്ഷെ സകലരും നിനക്കെതിരാകും. अपने प्रिय लोग भी शायद आपका शत्रु बन जाएगा, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മുടെ എതിരായി തീരും. लेकिन परमेश्वर आपको कुछ बड़े कार्य के लिए तैयार कर रहा है. എന്നാൽ ദൈവം ചില വലിയ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. हालेलुया, अनंतता के लिए तैयार करने के लिए परमेश्वर आपको बड़े बड़े कार्यों के लिए परमेश्वर आपको तैयार कर रहा है. നിത്യജീവന് വേണ്ടിയും നിത്യതയ്ക്ക് പ്രയോജനപ്പെടുന്നതുമായ ചില കാര്യങ്ങൾ ദൈവം നമ്മെ കുറിച്ച് ചെയ്യിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. हालेलुया, नूह परमेश्वर का फेवर अनुभव किया करके हमने वहां पर पढ़ा है. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. प्रेज़ लॉर्ड, इसके लिए परमेश्वर उसके द्वारा अनोखा कार्यों को कर रहा है. അതുകൊണ്ട് ദൈവം നോഹ മുഖാന്തരം വിലപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്തു. हालेलुया, जल्दी से मैं आगे बढ़ना चाहूंगा. प्रेज़ लॉर्ड, दूसरा एक व्यक्ति के बारे में हम देखते हैं, एलीजा नाम का एक व्यक्ति के बारे में हम पढ़ते हैं. മറ്റൊരു ആളെ കുറിച്ച് വേഗത്തിൽ നിങ്ങളോട് പരിചയപ്പെടുത്താം, ഏലിയാവ്. हालेलुया, पहला राजा उसके 19वें अध्याय में हम देखते हैं. रेफरेंसेस बोलना नहीं चाहूंगा क्योंकि हम बड़े परिचित भाग है उस बातें. ഒന്ന് രാജാക്കന്മാർ 19 അധ്യായമാണ്. വാക്യങ്ങളൊന്നും വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല, നമ്മൾക്ക് വളരെ പരിചിതമായ ഭാഗമാണ്. वहां पर लिखा गया है, एलीजा परमेश्वर से पुकार कर रो रहा है, इट इज इनफ ओ लॉर्ड, टेक माय लाइफ. हालेलुया, बस परमेश्वर अब मेरे प्राण को उठा ले. അവിടെ ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ മതി, നീ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണം. सच में वो उस रिजेक्शन एंड लोनलीनेस के कारण हालेलुया वो टायर्ड हो गया था, वो थक गया था करके वचन में सिखाता है. തന്റെ ജീവിതത്തിൽ കടന്നു വന്ന തന്നെ ഉപേക്ഷിക്കുന്ന അനുഭവങ്ങളും തന്റെ ഏകാന്തതയുടെ അനുഭവങ്ങളും തന്നെ വളരെയധികം നിരാശപ്പെടുത്തുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. हमारा शीर्षक ये है, डू नॉट गेट टायर्ड. ഞാൻ പറഞ്ഞ എന്റെ മെസ്സേജിന്റെ തലക്കെട്ട് മടുത്തു പോകരുത്. हालेलुया, हम थक ना जाए करके वो हमारा टाइटल हम कभी नहीं भूले. മടുത്തു പോകരുത് എന്ന് ഞാൻ പറഞ്ഞ മെസ്സേജിന്റെ തലക്കെട്ട് നിങ്ങൾ മറക്കരുത്. यहाँ पर एलिया थक गया है, ഇവിടെ ഏലിയാവും മടുത്തു, अब डिप्रेशन में हो गया है, നിരാശയിലായി, अभी मरना चाहता है. മരിക്കാൻ ആഗ്രഹിക്കുന്നു. एक व्यक्ति यदि डिप्रेशन में आ गया तो वो मरने के लिए पूरा प्रयास करेगा. നിരാശ पिടിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഒറ്റ ആഗ്രഹം മരിക്കണമെന്നായി. हाल ही में हालेलुया, जिस कार्य के लिए हम गए थे वहां पर दो बच्चों के बारे में हमने सुना कि वो मरने का आग्रह कर रहा है. ആ കടന്നുപോയ ക്യാമ്പിൽ 2 കുഞ്ഞുങ്ങളോട് സംസാരിച്ചപ്പോൾ അവർക്ക് എങ്ങനെങ്കിലും മരിക്കണമെന്ന ചിന്തയുള്ളവരുണ്ട്. उस सुइसाइडल टेंडेंसी उन्हें नियंत्रण कर रहा है. ആത്മഹത്യയുടെ ഒരു താല്പര്യം അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. यदि हम उसे समय पर ना बचाए तो शैतान उन्हें कहीं ना कहीं तो उसी कार्य के लिए खींच के लेके जाएगा. തക്ക സമയത്ത് രക്ഷിച്ചെടുത്തില്ല എങ്കിൽ പിശാച് അവരെ എങ്ങനെങ്കിലും വശത്താക്കും. हालेलुया, ये शैतान का बहुत बड़े कार्य है. അതൊരു പിശാചിന്റെ പ്രവൃത്തികളാണ്. यहाँ पर हम देखते हैं कि प्रेज़ लॉर्ड, एलिया के अंदर भी उस सुइसाइडल टेंडेंसी आ रहा है. ഇവിടെ എലിയാവിന്റെ അകത്തും ഈ ആത്മഹത്യ എന്ന ഒരു ചിന്തയാണ് लेकिन വന്നിരിക്കുന്നത്. परमेश्वर उसका प्रार्थना तो नहीं सुना, എന്നാൽ ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടില്ല. क्योंकि परमेश्वर इसे ही इस्तेमाल करना चाहता है अगला एक एलीशा को तैयार करने के लिए. ഈ എലിയാവിനെ തന്നെ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ് അടുത്ത ഒരു തലമുറയായി എലീശയെ അഭിഷേകം और ചെയ്യാൻ. एलीशा से कहा है कि तुझे एलिया का 2 गुना अभिषेक में देने वाला हूं. എലീശയോട് ദൈവം പറഞ്ഞിരിക്കുന്നത് നിനക്ക് എലിയാവിന്റെ 2 ഇരട്ടി അവൻ പങ്ക് അഭിഷേകം തരും. एलिया ने जितना खत्म किया है वहां से एक नया शुरुआत दुगुना अभिषेक के साथ उसे आगे बढ़ाना है. ഏലിയാവ് നിർത്തുന്നിടത്ത് നിന്ന് ഇരട്ടി അഭിഷേകത്തോടെ ഒരു തുടക്കമാണ് എലീശയ്ക്ക് ചെയ്യേണ്ടത്. आपको समझ में आ रहा है? നിങ്ങൾക്ക് മനസ്സിലാകുന്നു? आप सब इधर है? എല്ലാരും ഇവിടെ ഉണ്ടോ? हालेलुया, प्रेज़ द लॉर्ड. एक दुगुना अभिषेक के साथ उन्हें आगे की ओर बढ़ना जरूरी है. ഇരട്ടി അഭിഷേകത്തോടെ മുന്നോട്ട് പോകേണ്ട ഒരു അനുഭവം. हालेलुया, इसके लिए एलिया वहां पर यदि खत्म हो गया तो कभी भी एलीशा के अंदर दुगुना अभिषेक वो अनुभव कर नहीं पाएगा. അവിടെ ഏലിയാവ് അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്ത് അല്ലെങ്കിൽ മരണപ്പെട്ടാൽ ആ ഒരു ഇരട്ടി അഭിഷേകം എലീശയുടെ മേൽ പകരപ്പെടത്തില്ല. इसके लिए परमेश्वर उसका प्रार्थना तो नहीं सुना, बल्कि उसको रोटी देकर उसे बलवंत किया, उसको एनकरेज किया और कहता है कि यहाँ से भाग जाओ बोलकर उसको 40 दिन और दौड़ने का सामर्थ्य दे रहा है. ദൈവം അവനെ മരണത്തിന് ഏൽപ്പിച്ചില്ല. അവിടെ നിന്ന് അവൻ അപ്പം കൊടുത്ത് ബലപ്പെടുത്തി, അട കൊടുത്ത്, ശക്തിപ്പെടുത്തി
അവിടെ നിന്ന് ഓടിച്ചു വിടുക, 40 ദിവസം ഓടിപ്പോകുവാൻ അവനെ ബലപ്പെടുത്തി. और परमेश्वर का एक दया हालेलुया प्रेस लॉर्ड इतना बड़ा है कि एलिया का वही सामर्थ का दुगुना एलिशा को देने के लिए एलिशा को परमेश्वर तैयार कर रहा है. അവിടെ ഏലിയാവിന്റെ മേലുണ്ടായിരുന്ന ആ അഭിഷേകം ഇരട്ടിയായി എലീശയുടെ മേൽ കൊടുക്കുവാൻ ദൈവത്തിന് വലിയൊരു ദയയുണ്ട്. आजकल हम जब डॉक्टर के पास जाते हैं, डॉक्टर सबसे पहला पूछते हैं कि आपका पेरेंट्स को ये बीमारी था या नहीं करके वे पूछते हैं. നമ്മൾ ഒരു ഡോക്ടറുടെ അടുക്കൽ ചെന്നാൽ ഡോക്ടർമാർ ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളുടെ അപ്പനോ അമ്മയ്ക്കോ ഈ അസുഖമുണ്ടോ? हालेलुया, क्योंकि उनको वो हिस्ट्री चाहिए कि ये हेरिडिटरी है या नहीं करके उनको जानना जरूरी है. അവർക്ക് ആദ്യം അറിയേണ്ടത് ഇത് പാരമ്പര്യമായി പിടിക്കപ്പെട്ട രോഗമാണോ എന്ന്. हाल ही में एक व्यक्ति से मैं बात कर रहा था, उन्होंने कहा कि पास्टर जी मेरा पापा प्रोस्टेट का कैंसर होकर उनका मृत्यु हुआ, इसके लिए उस समय से मेरा मन में ऐसा डर है कि मुझे भी वही बीमारी से मैं मरने वाला हूँ. കഴിഞ്ഞ ദിവസം ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ ഒരു വ്യക്തിയുമായി സംസാരിച്ചപ്പോൾ താൻ പറയുകയാണ്, എന്റെ പിതാവിന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്നാ മരിച്ചത്, അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ചിന്തയാണ്, എനിക്കും ഇത് വരുമോ എന്ന്. उन लोग 3 भाई लोग हैं और उन लोग हर 6 महीने जाकर टेस्ट करते हैं कि उनको प्रोस्टेट का प्रॉब्लम है या नहीं करके. അവര് 3 സഹോദരന്മാരുണ്ട്. ഭയം കാരണം എല്ലാ 6 മാസവും പോയി ഇത് ചെക്ക് ചെയ്യും, പ്രോസ്റ്റേറ്റിന് പ്രോബ്ലം. ये साधारण लोग नहीं है, वेल एजुकेटेड लोग हैं. നല്ല വിദ്യാഭ്യാസമുള്ള നല്ല പ്രാപ്തിയുള്ള കുടുംബത്തിലെ ആളുകളാണ്. उनमें से 2 लोग तो विदेश में है, अमेरिका में है. 2 പേര് വിദേശ രാജ്യത്തിലാണ്. लेकिन फिर भी हर 6 महीने में उन लोग टेस्ट करते हैं कि उनके पापा को ऐसा प्रॉब्लम हुआ था, इसके लिए उनको भी ऐसा प्रॉब्लम होगा या नहीं करके वो डर से उन लोग जिंदगी बिता रहे हैं. എന്നിട്ട് പോലും അവരെല്ലാ 6 മാസവും പോയി ചെക്കപ്പ് ചെയ്യുന്നത് അവരുടെ പപ്പായ്ക്ക് അങ്ങനെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് വരുമോ ഇല്ലയോ എന്ന് അറിയാൻ. आपको समझ में आ रहा है? നിങ്ങൾക്ക് മനസ്സിലായോ? पापा को ये बीमारी था तो बेटे को भी वो बीमारी होगा करके डर ऑटोमेटिकली उनके अंदर हो रहा है. അപ്പന് ആ അസുഖം ഉണ്ടായിരുന്നത് കൊണ്ട് മക്കൾക്ക് വരുമോ എന്നുള്ള ഭയം അവർക്ക് തനിയെ വന്നിരിക്കുകയാണ്. मैं यहाँ पर जब एलिशा के बारे में पढ़ रहा था, परमेश्वर ने एलिया का अभिषेक का 2 गुना डबल अनॉइंटिंग एलिशा के ऊपर परमेश्वर ने दिया. ഈ ഭാഗം വായിച്ചപ്പോൾ എലീശയുടെ മേൽ ഏലിയാവിന്റെ ഇരട്ടി പങ്ക് അഭിഷേകമാണ് പകരപ്പെട്ടത്. लेकिन मैंने बड़े ध्यान से पढ़ा, एलिया होकर गया हुआ डिप्रेशन परमेश्वर ने एलिशा के अंदर नहीं दिया है. എന്നാൽ ഏലിയാവ് കടന്നു പോയ ചില നിരാശയുടെ അനുഭവങ്ങൾ ഒന്നും ഇങ്ങോട്ട് പകരപ്പെട്ടിട്ടില്ല. यदि ऐसा ही पूरे तौर से आना था तो डिप्रेशन भी तो थोड़ा आना था. എല്ലാം കൂടെ വരാനായിരുന്നെങ്കിൽ ഏലിയാവിന്റെ നിരാശയും കൂടി ഇങ്ങോട്ട് വരണമായിരുന്നല്ലോ. आपको समझ में आ रहा है? നിങ്ങൾക്ക് മനസ്സിലായോ? हालेलुया. यदि अभिषेक आया है तो उसके साथ उसका बहुत कुछ भी आना था, लेकिन परमेश्वर ने उसका डिप्रेशन एलिशा के अंदर आने नहीं दिया. അഭിഷേകം പകരപ്പെടുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും ഒക്കെ കൂടെ വരണമായിരുന്നല്ലോ, പക്ഷെ അങ്ങനെ നമ്മൾ വായിക്കുന്നില്ല. അഭിഷേകം മാത്രമേ പകരപ്പെട്ടുള്ളൂ, നിരാശയെല്ലാം കൂടെ എലീശയ്ക്ക് വന്നില്ല. अरे हम क्यों डिप्रेशन उठाने के लिए जा रहे हैं? हालेलुया. परमेश्वर जब देगा तो अच्छा ही देगा. प्रेज लॉर्ड. हालेलुया. उनका वेस्ट हम क्यों उठाकर चलना है? നിരാശയെല്ലാം കൂടെ എടുത്തോണ്ട് പോകുവാൻ നമ്മൾ എന്തിനാ നോക്കിയിരിക്കുന്നത്? ദൈവം നമുക്ക് എന്തെങ്കിലും പകരുന്നെങ്കിൽ, ദൈവം എന്തെങ്കിലും തരുന്നെങ്കിൽ നല്ലതും നന്മയും മാത്രമേ ദൈവം തരികയുള്ളൂ. बाइबल में कहीं पर भी नहीं लिखा है कि एलिशा 2 बार आत्महत्या के लिए कोशिश किया करके डिप्रेशन में गया करके एलिशा के बारे में कहीं नहीं लिखा है. വചനത്തിൽ എങ്ങും നമ്മൾ വായിക്കുന്നില്ല എലീശ 2 പ്രാവശ്യം ആത്മഹത്യ ചെയ്യുവാൻ അല്ലെങ്കിൽ മരണം കാത്തിരുന്നു എന്നൊന്നും എലീശയെ കുറിച്ച് നമ്മൾ വായിക്കുന്നില്ല. लेकिन एलिया ने एक व्यक्ति को मृत्यु से उठाया है, एलिशा ने 2 लोगों को मृत्यु से उठाया है. ഏലിയാവ് ഒരു മരിച്ച വ്യക്തിയെ ഉയർപ്പിച്ചെങ്കിൽ എലീശ 2 പേരെ ഉയർപ്പിച്ചു. एलिया ने जो किया उसका डबल एलिशा के द्वारा परमेश्वर ने किया है. ഏലിയാവ് ചെയ്ത പ്രവൃത്തികളെക്കാൾ 2 ഇരട്ടിയായി എലീശയെ ദൈവം ഉപയോഗിച്ചു. लेकिन एलिया का कोई डिप्रेशन एलिशा के अंदर परमेश्वर ने इंपार्ट नहीं किया. എന്നാൽ ഏലിയാവ് അനുഭവിച്ച നിരാശകളോ അങ്ങനെയുള്ള യാതൊന്നും എലീശയുടെ മേൽ പോയില്ല. We are serving a living God. നമ്മൾ സേവിക്കുന്നത് ജീവനുള്ള ദൈവത്തെ. हालेलुया. वो हमारे अंदर डिप्रेशन या कमजोरी की आत्मा हमारे अंदर नहीं देगा, बल्कि वो हमारे अंदर प्रेषित सामर्थ और अभिषेक से हमें भरपूर करने वाला परमेश्वर है. നമ്മുടെ ദൈവം ഒരിക്കലും നമ്മളെ നമ്മുടെ ബലഹീനതകളോ നമ്മൾക്ക് ക്ഷീണങ്ങളോ മറ്റു പ്രയാസങ്ങളോ നമ്മുടെ മേലിൽ പകരുന്നില്ല.
ആമേൻ അഭിഷേകത്താൽ നമ്മളെ നിറയ്ക്കുന്ന ദൈവം. I mean, पौलुस कहता है, praise Lord, hallelujah, मैंने जब भी मेरे कमजोरी के समय में परमेश्वर से प्रार्थना किया, परमेश्वर ने कहा, my grace is sufficient, उसका कृपा मेरे लिए काफी है, हालेलुया, उसका कृपा मेरे लिए पर्याप्त है, मेरे सारे कमजोरी को भूलने के लिए, मेरे सारे दर्दों को भूलने के लिए उसके कृपा मेरे लिए पर्याप्त है करके वचन में ही आव देता है. പൗലോസ് തന്റെ കഷ്ടതയുടെ സമയത്ത് തന്റെ ശരീരത്തിൽ ബലഹീനത അനുഭവിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവത്തിൽ നിന്ന് താൻ ലഭിച്ച മറുപടി ഇങ്ങനെയാണ്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ആ ദൈവകൃപ നിനക്ക് മതി എന്ന് പൗലോസിനെ ബലപ്പെടുത്തുവാനിടയായി. Hallelujah, my power is made perfect in your weakness. तेरे उस बलहीनताओं के बीच में हालेलुया मेरा सामर्थ काफी है तुझे परफेक्ट बनाने के लिए. എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു, നിന്നെ ശക്തനാക്കുന്നു നിന്റെ ബലഹീനത. हालेलुया, इसके लिए यदि हम परमेश्वर की ओर देख रहा है, वो हम पर दया दिखाने वाला परमेश्वर है. അതുകൊണ്ട് നാം ദൈവത്തിങ്കിലേക്ക് നോക്കാമെങ്കിൽ ദൈവം നമുക്ക് കൃപ ചൊരിയും. Do not get tired on looking above. हालेलुया, परमेश्वर की ओर देखने के विषय में हम कभी भी थक ना जाए, क्योंकि वो हम पर दया दिखाने वाला परमेश्वर है. അവങ്കിലേക്ക് നോക്കുന്നതിൽ നാം ഒരിക്കലും ക്ഷീണിച്ചു പോകരുത്, മടുത്തു പോകരുത്. ദൈവം കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുക. इंसान पर देखते रहेगा तो हम थक जाएंगे, लेकिन परमेश्वर की ओर हम देखेंगे तो उसका कृपा और उसकी दया हम अनुभव करेंगे. മനുഷ്യങ്കിലേക്ക് നോക്കിയാൽ നമ്മൾ മടുത്തു പോകുമെന്നാൽ കൃപ ലഭിക്കുവോളം ദൈവത്തിങ്കിലേക്ക് നോക്കിയാൽ ദൈവം നമ്മോട് കൃപ ചെയ്യും. हमारी नजर हर एक समय परमेश्वर की ओर रखने पाए. നമ്മുടെ കണ്ണെപ്പോഴും ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. हालेलुया, काफी बार लोग मुझसे पूछते हैं कि पास्टर जी आपको हर समय यही गीत है, उठाऊंगा अपनी आंखें, हालेलुया, प्रेज लॉर्ड, वो मेरा बहुत फेवरेट गीत है, क्योंकि वो गीत मेरे सेवकाई में मुझे बहुत बल दिया है. എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, പാസ്റ്ററിനെ എപ്പോ പാടിയാലും ഈ പാട്ടേ ഉള്ളോ, ഞാൻ എന്റെ കണ്ണ് യഹോവയിലേക്ക് ഉയർത്തുന്നു, ഈ പാട്ടേ ഉള്ളോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ എന്നെ ശുശ്രൂഷയിൽ ഒരുപാട് ധൈര്യപ്പെടുത്തിയ ബലപ്പെടുത്തിയ ഒരു പാട്ടാണത്. मेरे सेवकाई में सच में वो गीत मुझे बहुत बल दिया है. എന്റെ ശുശ്രൂഷയിൽ ഈ പാട്ട് എന്നെ ഒത്തിരി ബലപ്പെടുത്തി. जब मुझे लगता है कि मैं बहुत कमजोर हो गया है, अब मैं खड़े रह नहीं पाऊंगा, हालेलुया, ये गीत मुझे एक असीम सामर्थ्य देता है, क्योंकि परमेश्वर की ओर देखेगा तो परमेश्वर कभी भी हाथ नहीं छोड़ता है. ചില സാഹചര്യങ്ങളിൽ ശുശ്രൂഷയിൽ എനിക്ക് നിൽക്കുവാൻ കഴിയുന്നില്ല, വളരെ ക്ഷീണിച്ച് മനസ്സ് മടുക്കുമ്പോൾ ഈ പാട്ട് പാടി ആരാധിക്കുമ്പോൾ ഒരു അസാധാരണമായ ദൈവ കൃപ അനുഭവിക്കുവാനിടയായിട്ടുണ്ട്. जो गीत मैं गाता हूँ मेरा अनुभव है, नहीं तो कोई नया गीत गाने के लिए मैं तैयार भी नहीं होता हूँ. എന്റെ ജീവിതത്തിന്റെ അനുഭവമായ പാട്ടുകൾ മാത്രമേ ഞാൻ പാടാറുള്ളൂ. ആമേൻ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ പുതിയ പാട്ടുകൾ ഞാൻ പാടാറില്ല. हालेलुया, लेकिन परमेश्वर अद्भुत कार्य करता है. എന്നാൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം. हालेलुया, इस वचनों के द्वारा परमेश्वर आप सबको अनुग्रह और आशीषों से भरने पाए. परमेश्वर की ओर देखने में हम कभी थक ना जाए, क्योंकि हमारा कृपा केवल वहां से ही आ सकता है. इस वचनों के द्वारा परमेश्वर सबको अनुग्रह और आशीषों से भरने पाए. ऐसे अवसर और अनुमति दिया परमेश्वर की आदरणीय दासों को हृदय के गहराई से धन्यवाद देते. परमेश्वर आप सबको अनुग्रह और आशीषों से भरने पाए. हमें भी आपकी प्रार्थना में उठाए रखिएगा. आपकी प्रार्थना हमारे लिए बहुत ही अनुग्रह का कारण है. थैंक यू वंस अगेन. गॉड ब्लेस यू ऑल. आमेन.